ഹേയ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നിട്ടൊരു സൺഡേ വ്ളോഗാണ്. വലുതായിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ എന്തൊക്കെ ഈ ഒരു ദിവസം കാണിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ അതേ രാവിലെ തന്നെ എണീച്ച് ഇന്ന് കോളേജിൽ പോകേണ്ടതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീച്ച് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടുണ്ടേ. അപ്പോൾ എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം മെയിനായിട്ട് ഞാനാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര കാലുവേദന ആയിരുന്നുകൊണ്ട് തന്നെ ഞാനാണത് ചെയ്യണം. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് രാവിലെ ഇല്ല, ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് എണീക്കുന്നത്. 8 മണിയൊക്കെ ആയിട്ട് എണീറ്റിട്ട് തേങ്ങ ചിരകി വയ്ക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ തേങ്ങ ചിരകുന്നത് മാത്രമേ ഇഷ്ടമല്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അതുപോലെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അതുപോലെ ഒന്നാണ് ഈ തേങ്ങ തിരുമ്മുന്നത്. അതും എനിക്ക് ഭയങ്കര മടിയാണ്. കുറേ നാൾ എനിക്ക് തേങ്ങ തിരുമ്മാനൊന്നും അറിയില്ല. ഈ ഇടയ്ക്കാണ് ഞാൻ തേങ്ങ തിരുമ്മാനൊക്കെ പഠിച്ചത്. പിന്നെ പുട്ടാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ചില്ലൊക്കെ ഇട്ട് തേങ്ങ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മാവ് അമ്മയാണ് ആക്കി തന്നത്. ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു അരിപ്പുട്ടിൻ്റെ മാവ് ഗ്ലാസ്സിൽ വെള്ളം അളന്നിട്ട് ഇങ്ങനെ ഒഴിക്കാൻ അതെനിക്കറിയാം. പക്ഷേ ഈ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ മാവ് കഴിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അത് അമ്മയാണ് ചെയ്തു തന്നത്. അതുപോലെ തന്നെ എനിക്ക് ഡൗട്ട് വരുന്ന 300 വട്ടം ഞാൻ അമ്മയെ വിളിക്കും. ഇതിങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ എൻ്റെ മെയിൻ പ്രശ്നമാണ് പുട്ടുകുടത്തിൽ വെള്ളം വയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം കുറഞ്ഞു പോകുക, അങ്ങനെ കുടം കരിയുക. അതൊക്കെ എൻ്റെ മെയിൻ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ അമ്മ കറക്റ്റ് പറഞ്ഞു തന്നിട്ടാണ് വയ്ക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടും പയറവിക്കുന്നതാണ്. സിമ്പിളാണ്. അതിലും കറക്റ്റ് പയറവിക്കുന്നതിൻ്റെ വെള്ളം എനിക്കറിയത്തില്ല. അതും അത് അമ്മ പറഞ്ഞു തന്നിട്ടാണ് ചെയ്യണത്. അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു ഹെൽപ്പൊക്കെയാണ്. ഓൾമോസ്റ്റ് അമ്മ പറഞ്ഞു തരും. പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുക അടുക്കളയിൽ കയറിയാൽ പിന്നെ അവിടെ മൊത്തം പാത്രമായിരിക്കും. ഞാൻ എടുത്ത പാത്രം പിന്നെ യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ സ്പൂണായാലും ഓരോന്ന് വീണ്ടും വീണ്ടും എടുക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ കറക്റ്റ് മര്യാദയ്ക്ക് എടുത്തത് അതുപോലെ അപ്പം കഴുകി വെച്ചാലേ ശരിയാവുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ എഴുതി. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അവിടെ തന്നെ പാല് കൊണ്ടുവയ്ക്കുക. ഒരു ഓട്ടോയിൽ പാല് കൊണ്ടുതരാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പോയി വാങ്ങേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ പാലും കാച്ചാൻ വയ്ക്കണുണ്ട്. ഇവിടെ അധികം ചായ ആരും കുടിക്കില്ല രാവിലെ. അതുകൊണ്ട് തന്നെ കുറച്ച് പാലിൻ്റെ ആവശ്യം വരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുക്കുന്ന പാത്രം അപ്പപ്പോഴായിട്ട് കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ അധികം അലമ്പാവാണ്ട് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പയറിൻ്റെ വിസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ പയറെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ചൂട് പോകാതെ ഒരു കാസറോളിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ഇവിടെ കിടന്ന പാത്രങ്ങൾ മൊത്തം ഞാൻ കഴുകി വയ്ക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി സെറ്റാക്കി ഇവിടെ എല്ലാം ഒതുക്കി വയ്ക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് എപ്പോഴും പരാതിയാണ് ഞാൻ പാത്രങ്ങളെല്ലാം വലിച്ചു കയറി ഇടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് പുട്ടുമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി ഈ ഒരു സ്ലാബ് കൗണ്ടർ ടോപ്പും നല്ലതുപോലെ തുടച്ചിടുകയാണ്. രാവിലെ ഞാൻ ഈ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് എന്നെ ഈ പരിസരത്തോട്ടേ കാണില്ല. രാവിലെ ചെയ്തതല്ലേ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ആ പരിസരത്തോട്ടേ പോകാറില്ല. കഴിക്കാൻ മാത്രമാണ് പോകണം. അപ്പോൾ ഉച്ചയ്ക്കത്തെ പണി മൊത്തം അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണം. എനിക്കാണെങ്കിൽ രാവിലെ നല്ലതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ഉണ്ടാക്കിയ പുട്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സംതൃപ്തി കൂടുതലാണ്. ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയത് ആരെങ്കിലും കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഈ പുട്ടിൻ്റെ കൂടെ പ്രത്യേക കറിയൊന്നും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കുറച്ച് തലേദിവസത്തെ മീൻകറി കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. പക്ഷെ ഇന്നതൊന്നുമില്ല. പയർ, ഈ വൻപയറെന്നാണ് അതിനെ പറയാറ്. വൻപയറും കൂട്ടിയിട്ട് നല്ലതുപോലെ കഴിച്ചു. പിന്നെ ഞാൻ ഒരു അച്ചാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നാരങ്ങ അച്ചാറും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ TV ഒക്കെ കണ്ടിരുന്ന് കഴിക്കും. പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഗോതമ്പിൻ്റെ പുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അരിപ്പുട്ടും അതുപോലെ തന്നെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ പൊടിച്ച് അരിപ്പുട്ട് ഉണ്ടാക്കണേക്കാളും നമ്മുടെ പാക്കറ്റിൽ വരുന്ന ആ ഒരു അരിപ്പുട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഇന്നൊരു എൻഗേജ്മെൻറ്റ് പോയിട്ട് അവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചക്കര ചേച്ചി അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും മാളും പിന്നെ അമ്മ വന്നിട്ടുണ്ട്. അവളെൻ്റെ കസിനാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് അപ്പച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോണ വഴിക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർ രണ്ടും പുറത്ത് പോയ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് മാളുവിന് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അവൾ എന്തോന്നൊക്കെ തിരിച്ച് ചോദിക്കുകയാണ്. പിന്നെ അവർ വന്നപ്പോൾ ഐസ്ക്രീം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ കാറിൽ ഇരുന്ന് തന്നെ നമ്മളതും കൂടെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മു അവൾ ഐസ്ക്രീം കൂടെ കൊണ്ടുവന്ന് കാണിക്കണതാണ്.
വൈറ്റ് കൊക്കോയുടെ ഒരു ഫ്ലേവർ വന്നിട്ടായിരുന്നു നല്ലൊരു ഐസ്ക്രീമായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ദേ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് മൂത്ത ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ വന്ന പാടെ നമ്മൾ ആദ്യം ജാനിയുടെ അടുത്താണ് ഓടിയിട്ടുള്ളത്. ജാനി ഇത് എടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. അവളൊരു പാവമാണ്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, വലിയ കരച്ചിലോ ഒന്നുമില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ എന്തൊക്കെയാണ് പറയണത്. അതിനൊക്കെ അവൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ ഇവരെല്ലാവരും ഇവിടെ ആയിരുന്ന ഓരോ വന്ന സന്തോഷത്തോടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ദേ ഇവിടെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ദേ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ട് കടിക്കാൻ പറ്റാതെ പോലും ഞാൻ ദേ ഈ ഒരു ചാമ്പയ്ക്ക കടിച്ച് കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. അത് കഴിഞ്ഞിട്ട് ദേ ചായ കുടിക്കുന്നുണ്ട്. ചായയും ചിപ്സും പക്കാവടയും പഴവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ ചിപ്സ് മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അതിനിടയ്ക്ക് ദേ ജാനിയുടെയും വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ എന്ത് ചെയ്യും ചായ കുടിക്കാൻ എടുത്തേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ ഇവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതാണ് ആദിയും ആരുഷുമാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ദേ ആദിയെ ഊഞ്ഞാലാട്ടെ, അതിൻ്റെ ജാനി അപ്പം ദേ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. അമ്മയും ദേ വെളിയിലുണ്ട്. ഇവിടെ പിന്നെ മൽബറി കൊണ്ട് പിന്നെ ദേ ജാനിക്ക് ചോറ് കൊടുക്കാറായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് മാസങ്ങൾ പോണേ. ഈ ഇടയ്ക്കായിരുന്നു ദേ അവൾ ജനിച്ചത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ദേ 6 മാസം ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദേ അതിനിടയ്ക്ക് അവളെ ഒരു 2 വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ദേ പെട്ടെന്ന് തന്നെ ചോറൂണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവസാനം എൻ്റെ കയ്യിൽ ഇരുന്ന് തന്നെ അവിടെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടേ. ഇങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് പറയുന്നോ അതിനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണ ജാനിയെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും അവളുടെ മുഖമൊക്കെ പെട്ടെന്ന് തന്നെ ഷേപ്പൊക്കെ മാറി ഓരോ തവണ കാണുമ്പോഴും ഓരോ രീതിയിലായിരിക്കും അത്. പിന്നെ നമ്മൾ ദേ അവിടെ നിന്നൊക്കെ ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ ദേ വിശന്നു. പിന്നെ ഞാൻ ദേ വന്നുണ്ട് ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് സൺഡേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ബൈ.